ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തിയായ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് വെറും 10 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ സാധാരണ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 3 ഏലക്ക മുഴുവനായിട്ടുള്ളതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കണ ആ ഒരു പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല മിനുസത്തിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഞാനിതിവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ആ ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 1/4 കപ്പ് അളവ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഒരല്പം ലിക്വിഡായിട്ടാണ് വേണ്ടത്. ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് അളവ് പൊടിച്ച ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പിൽ ഒരല്പം കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അരക്കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഒരു ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം കുറവായിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. ശർക്കര പാനിയാക്കേണ്ടത് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായി ഇതുപോലെ പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി ഈ ഒരു ശർക്കര പാനി ചൂടോട് കൂടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ശർക്കരയിൽ തരിയോ മണലോ ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പറ്റുകയാണെങ്കിൽ നല്ലപോലെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ആ ഒരു ശർക്കര പാനി ഞാനിവിടെ അരിപ്പൊടിയിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകുക. ഒരല്പം ലിക്വിഡായിട്ടാണ് ഉണ്ടാകുക ഈ ഒരു കൂട്ട്. ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ കൂട്ട് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അലുമിനിയം കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്റ്റീൽ കുക്കറാണ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല അടികട്ടിയായിട്ടുള്ള കുക്കർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം എണ്ണയും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 1/4 കപ്പ് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഉള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി ചേർത്തിട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ കൂട്ടിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏറ്റവും അവസാനം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ കൂട്ട് എപ്പോഴാണോ കുക്കറിൽ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കുക. കൂട്ട് ഈ ഒരു സമയത്ത് ഒരു ഇളം ചൂട് കാണും. അതുപോലെ തന്നെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ആ ഒരു സമയത്താണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തുറന്ന് വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. വിസിലിടാൻ വേണ്ടി പാടില്ല. വിസിലിടാതെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങും.
ഏകദേശം ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ആവി വരാൻ വേണ്ടി തുടങ്ങും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തുറന്ന് നോക്കരുത്. അത് ഈ ഒരു ചൂടിൽ തന്നെ ഒരു 5 മിനിറ്റ് നേരം ഇതേപോലെ തന്നെ വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മൂടി തുറക്കുമ്പോഴുള്ള വെള്ളം അതിലേക്ക് ഉറ്റാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നല്ല പോലെ തന്നെ ആറാൻ വേണ്ടി വെക്കണം. ഇപ്പം തന്നെ അത് ആ ഒരു കുക്കറിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്, അത് പൊട്ടിപ്പോവും. അപ്പോൾ നല്ല പോലെ ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മളിത് കുക്കറിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം കയ്യിലേക്ക് തട്ടിയെടുത്താൽ മതി. ഈസി ആയിട്ട് ഡീമോൾഡായിട്ട് വന്നോളും. ചൂടാറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പറ്റി പിടിക്കൂട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു ഇളം മധുരം മാത്രമേ ഇതിന് കാണുള്ളൂ. ഒരുപാട് ആരുകളോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാകുക. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൽത്തപ്പം ഇരിക്കുന്നത്. അപ്പോൾ അതാ ഞാനിതിപ്പോൾ ഇവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. കൽത്തപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ആരോട് കൂടിയിട്ട് കിട്ടണം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.